ടു ലെജൻസ് ഒളിച്ചുകാരൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും വിസ്കസ് വെൽവെറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് കാഴ്ചയ്ക്ക് വെൽവെറ്റ് ഫീലും, പക്ഷേ ടച്ച് ചെയ്യുമ്പോൾ വെൽവെറ്റ് ഫീൽ അല്ല കേട്ടോ. നമുക്കൊരു മൊഡാലൊക്കെ ടച്ച് ചെയ്യുന്ന ആ ഒരു ഫീലിലാണ് കിട്ടണേ. നല്ല ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇത് പെരുന്നാൾ ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ ഭയങ്കര ഗ്രാൻഡ് ലുക്കിൽ കിട്ടുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇത് കളർ ഇങ്ങനെ രണ്ട് ഡബിൾ ടോൺ ആട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു റെഡ് ആയിട്ട് തോന്നിക്കും, പക്ഷേ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേനും മെറൂൺ, നല്ല ഡാർക്കർ മെറൂൺ ആയിട്ട് ഫീൽ ചെയ്യും. അതിങ്ങനെ രണ്ട് ഷെയ്ഡും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റെഡും പിന്നെ മെറൂണോട് ഇങ്ങനെ മാറി മാറി വരും. ഭയങ്കര ഭംഗി ഐറ്റം കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നേരിട്ട് ഭയങ്കര രസമാട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതാണ്. നല്ല ഹെവി ആയിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു ബീഡ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, കട്ട് ബീഡ്സും ത്രെഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വർക്കാണ്. മെയിനായിട്ട് ആ ഒരു മെറ്റീരിയൽ തന്നെയായിട്ടോ എടുത്ത് നിൽക്കുന്നത്. ആ ഒരു വിസ്കസ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഫാബ്രിക് ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. സെയിം തന്നെ മെറ്റീരിയലാണ് നമുക്ക് ദുപ്പട്ടയ്ക്കും കൊടുത്തേക്കുന്നത്. ഭയങ്കര നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. ചെറിയ സീക്വൻസിൻ്റെ ഡിസൈൻ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തേക്കുക. ലൈക്ക് ഒരു ഹാൻഡ് വർക്ക് പോലെ അത്രയും മൊത്തത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 5000-6000 രൂപ മേളിൽ പോകും. നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റമായിട്ട് ഇറക്കിയേക്കുന്ന ഐറ്റമാണ്. അപ്പോൾ മെറ്റീരിയൽ കൂടിയ ഫാബ്രിക്കാണ്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിലെ വർക്ക്. മെയിനായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ വർക്കാണ് ഹെവി ആയിട്ട് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടാണ് പോയേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കിൻ്റെ കൂടിയ മെറ്റീരിയൽ, എല്ലാം കൂടിയ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AF 152, റേറ്റ് 2500 2500. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ. അതായത് ഇതിൻ്റെ ചാർട്ട് കംപ്ലീറ്റ് ഒരു 4 ഷെയ്ഡ്സ് എല്ലാം നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ നല്ലൊരു പൊന്മാൻ നീല കളറില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറിയും വരുന്നുണ്ട്. അത് ആ ഒരു മെറ്റീരിയലിൻ്റെയാണ്, 2 ഷെയ്ഡോട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലോ ആയിട്ടോ മെറ്റീരിയൽ. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നല്ല ഹെവി ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് അതിൻ്റെ കളേഴ്സും ഈ ഡിസൈനും ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാളിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു, പെട്ടെന്ന് തന്നെ നമുക്ക് അയച്ചു വിടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്കാണ്. കളർ ഡബിൾ ടോൺ ആയതുകൊണ്ട് ചെറിയ വേരിയേഷൻ നിങ്ങൾക്ക് കാണിക്കും, പക്ഷേ നേരിട്ട് ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് ആട്ടോ. പിന്നെ നമ്പർ AF 151, റേറ്റ് 2500. നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ഡാർക്കർ മജന്ത ഷെയ്ഡ് ആട്ടോ. അങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ആ മജന്ത അല്ല കേട്ടോ, ഭയങ്കര ഡാർക്കില്ലേ, വൈൻ മിക്സ് ആയിട്ടൊരു ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വൈൻ കളറാണ് വരുന്നത്. നമുക്കല്ലാതെ ഈ കളർ മാറി മാറി വരുമ്പോൾ ആ ഒരു പിങ്കും മജന്തയൊക്കെ ഇങ്ങനെ മാറി ആ ഒരു ഷെയ്ഡ്സ് കാണാൻ പറ്റും. എന്തായാലും എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ മടങ്ങിയിരിക്കും നമുക്ക് ആ ഒരു വെട്ടമടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ തെളിച്ചുള്ള കളറായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്, ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതില്ലേ, നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന് കൈക്ക് കൊടുക്കാനുള്ള എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ ബീഡ്സ് വർക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. നല്ല ഹാൻഡ് വർക്ക് തന്നെ, കൈക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ലൈൻ പോലെ കൊടുക്കാൻ നല്ല ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AF 155, റേറ്റ് 2500 2500. ലാസ്റ്റ് കളർ, 4ാമത്തെ ഷെയ്ഡ് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറാട്ടോ. ഗ്രീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും, അതുപോലെ കളേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതിലും സെയിം രീതിയിൽ ആ ഒരു സീക്വൻസ് ഇതിലും ഉണ്ട്. ടോപ്പിലും കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കളറ് ഇങ്ങനെ എനിക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല ഡാർക്കർ ഗ്രീൻ ആയിട്ടാണ് തോന്നിക്കുന്നത്, പക്ഷേ എടുത്ത് നോക്കുമ്പോൾ ആ കളർ മാറി വരുന്നിടത്ത് അത്യാവശ്യം നല്ല തെളിച്ചുള്ള നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ. അതിങ്ങനെ കളർ മാറി മാറി വരും, നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ അത് മനസ്സിലാവും. ഭയങ്കര അടിപൊളി കളേഴ്സ് ആട്ടോ. കാരണം ഇങ്ങനെ ഈ ഒരു വിസ്കസ് വെൽവെറ്റേ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുള്ളൂ. അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സ് ഈ ഒരു മെറ്റീരിയലാണ് കിട്ടുക. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. ഇതിൻ്റെ നമ്പർ AF 154, പിന്നെ പ്രൈസ് 2500 മാത്രമേ ഉള്ളൂ 2500. സോറി കേട്ടോ, ഞാൻ മുമ്പത്തേന് ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞു പോയി, പക്ഷേ ലാസ്റ്റ് അല്ല, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്ത് വന്നേക്കുന്നത്. ബ്ലാക്ക് പിന്നെ പറയണ്ടല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആട്ടോ. നല്ല രസമുണ്ടെങ്കിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതിലും ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഒരു കോപ്പർ മിക്സ്ഡ് ഷെയ്ഡിലാണ് ഡിസൈൻ പോയിരിക്കുന്നത്. കോപ്പറും ആൻറ്റിക് ഷെയ്ഡിലുള്ള ബീഡ്സുമാണ് ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈക്കുള്ളത് എക്സ്ട്രാ എല്ലാത്തിനും ഇതുപോലെ ഒരു ലൈൻ പോലത്തെ ഡിസൈൻ, അത് നമുക്കൊരു ഡബിൾ ലൈനിൽ വരുന്ന പോലെ കട്ട് ബീഡ്സ് വരുന്നവരാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. നമ്പർ AF 153, റേറ്റ് 2500.